integral over c xy dy minus y square dx, where c is the square cut from the first quadrant by the lines x is equal to 1, y is equal to 1. അപ്പോൾ നിങ്ങളുടെ എക്സ് വൈ പ്ലെയിന് അതിലെ ഫസ്റ്റ് ക്വാഡ്രൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു 1 എന്നുള്ളത് ഇതാണ്, വൈ ഇസ് ഈക്വൽ ടു 1 എന്നുള്ളത് ഇതാണ്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 1 എന്നുള്ള ലൈനും വൈ ഇസ് ഈക്വൽ ടു 1 എന്നുള്ള ലൈനും ഉപയോഗിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ കിട്ടുന്ന ഈ ഒരു റീജിയനാണ് നിങ്ങളുടെ എന്തായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സി, ഈ ഒരു ഇതാണ്. അപ്പോൾ നിങ്ങളിതിൻ്റെ അത് ഒറിജിനലി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ഈ ലൈനിൽ കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം, ഇത് കാൽക്കുലേറ്റ് ചെയ്യണം, ഇത് കാൽക്കുലേറ്റ് ചെയ്യണം, ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് ആ 4 കൂടെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്താലാണ് നിങ്ങൾക്ക് എന്ത് കിട്ടണ്ടാവുക, നിങ്ങൾക്ക് ആവശ്യമുള്ള ലൈൻ ഇൻറ്റഗ്രൽ കിട്ടണ്ടാവുക. പക്ഷെ അതിന് പകരം നമുക്ക് എന്തുപയോഗിക്കാം? ഗ്രീൻസ് തിയറം ഉപയോഗിക്കാം. ഗ്രീൻസ് തിയറത്തിൽ നിങ്ങളോട് പറഞ്ഞത് ഇങ്ങനെ നിങ്ങൾ ഒരു കർവിൻ്റെ ലൈൻ ഇൻറ്റഗ്രൽ സർക്കുലേഷൻ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്താൽ അത് ഏതിന് തുല്യമായിരിക്കുന്ന ഈ റീജിയൻ്റെ അകത്ത് ഇതിൻ്റെ ഡബിൾ ഇൻറ്റഗ്രൽ ഓഫ് സംതിങ് എന്നുള്ള രൂപത്തിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് എന്താണെന്നുള്ളത് ഗ്രീൻസ് തിയറത്തിൻ്റെ നോർമൽ ഫോമിനും ടാൻജൻഷ്യൽ ഫോമിനും ഏതാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ആ ഡബിൾ ഇൻറ്റഗ്രലിൻ്റെ. അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, ശ്രദ്ധിക്കണേ, പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് നോർമൽ ഫോമാണ്. അപ്പോൾ ഞാൻ നോർമൽ ഫോം ഉപയോഗിച്ചിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തുന്നത്. നോർമൽ ഫോമിൽ നമ്മൾ എങ്ങനെയായിരുന്നു ഫോർമുല പറഞ്ഞത്? അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ് ഞാനിത് എടുക്കുന്നത്. അപ്പോൾ സോ വാട്ട് ഈസ് ആർ ഈസ് ദിസ് വൺ, സി ഈസ് ദിസ് വൺ, സി ഇതാണ്. സോ സി ഈസ് മേഡപ്പ് ഓഫ് C1 + C2 + C3 + C4. അത് 4 സെപ്പറേറ്റ് ചെയ്തിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. എന്നാലും നല്ലത് നമുക്ക് എന്താണ്, ഒറ്റ സ്റ്റെപ്പിൽ ഡബിൾ ഇൻറ്റഗ്രൽ ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമൽ ഫോമാണ്. വി ഹാവ് ആൻസറാണ്, വി ഹാവ് നോർമൽ ഫോം ഓഫ് ഗ്രീൻസ് തിയറം. ഗ്രീൻസ് തിയറം എന്തായിരുന്നു നോർമൽ ഫോം? ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് എൻ ഡി എസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ ആർ ഡൈവ് എഫ് ഡി എക്സ് ഡി വൈ. ഇതായിരുന്നു നോർമൽ ഫോം. ഓർ ഇൻറ്റഗ്രൽ ഓവർ സി എം ഡി വൈ മൈനസ് എൻ ഡി എക്സ് ഈക്വൽ ടു ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ ഡോ എം ബൈ ഡോ എക്സ് പ്ലസ് ഡോ എൻ ബൈ ഡോ വൈ ഡി എക്സ് ഡി വൈ. ഇൻറ്റഗ്രൽ ഓവർ സി എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ എം ഡി വൈ മൈനസ് എൻ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ ഡോ എം ബൈ ഡോ എക്സ് പ്ലസ് ഡോ എൻ ബൈ ഡോ വൈ ഡി എക്സ് ഡി വൈ. ഇതായിരുന്നു നമ്മുടെ നോർമൽ ഫോം. ഇതായിട്ട് ഇതിനൊന്ന് കമ്പയർ ചെയ്താൽ ഈ സാധനം ഇതും കൂടെ നോക്കിയാൽ ചെറിയ മുഖപരിചയം നിങ്ങൾക്ക് തോന്നും, രണ്ടും കൂടെ ഒന്ന് ഈക്വലൻ്റ് ആണെന്ന് തോന്നും. അപ്പോൾ നമുക്ക് നോക്കിയാൽ കമ്പയർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കമ്പയറിങ് ഏതൊക്കെയാ? ഈ ഭാഗം ഇതും കൂടെ കമ്പയർ ചെയ്താൽ സോ വി ഹാവ് എം ഇസ് ഈക്വൽ ടു ഇതൊന്ന് കമ്പയർ ചെയ്താൽ എം ഇസ് ഈക്വൽ ടു എക്സ് വൈ എന്ന് കിട്ടും. എം ഇസ് ഈക്വൽ ടു എക്സ് വൈ. ഓക്കെ. എൻ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? എൻ ഇസ് ഈക്വൽ ടു വൈ സ്ക്വയർ. മൈനസ് ഇവിടെയുണ്ട്. അപ്പോൾ മൈനസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, എൻ ഇസ് ഈക്വൽ ടു വൈ സ്ക്വയർ. നൗ വാട്ട് ഈസ് ഡോ എം ബൈ ഡോ എക്സ്? ഡോ എം ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു ഡോ എം ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു വൈ. ഡോ എൻ ബൈ ഡോ വൈ ഈക്വൽ ടു 2y. സോ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ therefore ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ ഡോ എം ബൈ ഡോ എക്സ് പ്ലസ് ഡോ എൻ ബൈ ഡോ വൈ ഡി എക്സ് ഡി വൈ ഈക്വൽ ടു എന്ത് കിട്ടും നിങ്ങൾക്ക്? ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ വൈ പ്ലസ് 2y ഡി എക്സ് ഡി വൈ. ഓർ ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ 3 പുറത്തേക്ക് ഇടാം y
dx dy. ഓക്കെ, ഇനി ഓൺ ആർ ഇത്ര എഴുതി കഴിഞ്ഞാൽ നമുക്കിനി അതിൻ്റെ ഇവാലുവേഷൻ നടത്താം. ഇനി ഓൺ ആർ ഇതേതായിരുന്നു പോയിൻ്റ്, ദിസ് ഈസ് ദ ആർ. ഓൺ ആർ, ആറിൽ സംഭവിക്കുന്നത് എന്തൊക്കെയാണ്? എക്സ് റണ്ണിങ് ഫ്രം 0 to 1, ദിസ് വൺ. ഓക്കെ, ആൻഡ് y running from like this, here it is 1, 0 to 1. Therefore double integral over r y dx dy equal to 3 into x running from 0 to 1, y running from 0 to 1, y ഏറ്റവും ഇൻ്റർമോസ്റ്റ് ഇതായതുകൊണ്ട് ഡി എക്സ് ഡി വൈനെ നമുക്ക് ഡി വൈ ഡി എക്സ് എന്ന് എഴുതാം. സോ 3 into integral over x y square by 2 from 0 to 1 dx. So what is the value? ഇത് ഇവാലുവേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 1/2. അപ്പോൾ 3/2 ഉണ്ടാകും. 3/2 ലിമിറ്റൊക്കെ അപ്ലൈ ചെയ്താൽ ഇൻറ്റഗ്രൽ 0 to 1 dx ഈക്വൽ ടു 3/2. സോ ദ വാല്യൂ ഓഫ് ദിസ് ഇൻറ്റഗ്രൽ ഈസ് 3/2 യൂസിങ്. ഓക്കെ ആണല്ലോ. ഞാനിനി നിങ്ങൾക്ക് ചെറിയൊരു ദൗത്യം നിങ്ങൾക്ക് തരാണ്. ഈ പ്രോബ്ലത്തിൽ തന്നെ 2 കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാൻ. ഒന്നാമത്, നമ്മളിപ്പോൾ നോർമൽ ഫോം ഉപയോഗിച്ചാണല്ലോ ചെയ്തത്. ഇനി ടാൻജൻഷ്യൽ ഫോം ഉപയോഗിച്ചിട്ട് ഇതിനെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നിങ്ങൾ നടത്തുക. ഒന്നാമത്തത് ദൗത്യം. രണ്ടാമത്തത്, ഇതിനെ സെപ്പറേറ്റ് 4 ഇൻറ്റഗ്രലാക്കിയിട്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് 3/2 തന്നെ കിട്ടുന്നില്ലേ എന്നുള്ളത് ഉറപ്പിക്കുക. ഇത് രണ്ടും നിങ്ങൾ ചെയ്യണം. ചെയ്തിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, അടുത്ത ഭാഗത്തേക്ക് പോവുക. അപ്പോൾ ഇത് പിന്നെ രണ്ടാമത് പറഞ്ഞത്, ആദ്യം പറഞ്ഞത് ടാൻജൻഷ്യൽ ഫോം ഉപയോഗിച്ചാൽ എന്തായാലും കിട്ടും, അത് നിങ്ങൾക്ക് സംശയമൊന്നുമില്ല. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് അതും കിട്ടും. പക്ഷേ അത് നിങ്ങൾക്ക് ചെയ്യാൻ അറിയോ എന്നുള്ളത് അറിയാനാണ് ഞാനിത് പറയുന്നത്. മറ്റേത് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും, ടാൻജൻഷ്യൽ ഫോം. പക്ഷേ ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യണം. എന്നിട്ടത് കിട്ടിയില്ലെങ്കിൽ പറയണം. നിങ്ങൾ മിണ്ടാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയില്ല. സോ യു ജസ്റ്റ് ഇൻഫോം. അത് നിങ്ങൾക്ക് അതിനെ 4ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ ഞാനത് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. സോ അതവിടെ കിടന്നോട്ടെ. ഇനി ഒരൊറ്റ ചോദ്യം കൂടെ, ചോദ്യം ഒന്ന് എഴുതിയെടുക്കണേ നിങ്ങൾ. ചോദ്യം ഇതാണ്, കാൽക്കുലേറ്റ് ദ ഔട്ട്വാർഡ് ഫ്ലക്സ്. അപ്പോൾ ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് എൻ ഡി എസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള നോർമൽ ഫോം. ഓക്കെ, ഔട്ട്വാർഡ് ഫ്ലക്സ് ഓഫ് ദി ഫീൽഡ് നമുക്ക് തരുന്നത് എഫ് ഇസ് ഈക്വൽ ടു xi പ്ലസ് വൈ സ്ക്വയർ ജെ ആണ്. xi പ്ലസ് വൈ സ്ക്വയർ ജെ across the square bounded by x is equal to 1, x is equal to -1, y is equal to -1, y is equal to 1. ആ ഒരു സ്ക്വയറിലൂടെ അതിനെ ഇവാലുവേറ്റ് ചെയ്യണം. സോ ഡബിൾ ഇൻറ്റഗ്രലാക്കി കൺവേർട്ട് ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ -1 മുതൽ 1 വരെ വേരി ചെയ്യും. വൈയുടെ എക്സിൻ്റെ വാല്യൂ -1 മുതൽ 1 വരെ വേരി ചെയ്യും സ്ക്വയർ ആകുമ്പോൾ. എന്നിട്ട് നിങ്ങളതിൻ്റെ ആൻസർ കാൽക്കുലേറ്റ് ചെയ്യുക. ആൻസർ കിട്ടൽ 4 എന്നാണ് ഞാനൊന്ന് ചെയ്ത് നോക്കിയിട്ട് കിട്ടിയിട്ടുള്ളത്. അത് തന്നെയാണോ നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളത് വെരിഫൈ ചെയ്യാം. സോ ഇതോടെ നമ്മുടെ 3rd മൊഡ്യൂൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. 3rd മൊഡ്യൂള് ലൈൻ ഇൻറ്റഗ്രൽ പറഞ്ഞു, അതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് വരുന്ന ഗ്രീൻസ് തിയറം. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് മൊഡ്യൂളാണ് പറയാനുള്ളത്. അതിൽ സർഫസ് ഇൻറ്റഗ്രലും 2 തിയറംസ്, സ്റ്റോക്സ് തിയറം, ഗോസ് ഡൈവേർജൻസ് തിയറം. അതോടെ നമ്മുടെ ഏത് മാറും, ഈ സംഗതി അങ്ങ് ഏതായിരുന്നു നമ്മുടെ വെക്ടർ അനാലിസിസ് എന്നുള്ള പേപ്പർ തീർന്നിട്ടില്ല. ഒരു മൊഡ്യൂളും കൂടെ ഇതിലുണ്ട്, റിയലിലും ഒരു മൊഡ്യൂളും കൂടെ ഉണ്ട്. അപ്പോൾ നോക്കാം. നമുക്ക് അവർ കുറവുമാണ്, ടോപ്പിക്ക് ഒരുപാടുമാണ്. പിന്നെ അതേപോലെ മിക്കവാറും എല്ലാ മൊഡ്യൂളിൻ്റെയും വീഡിയോ തന്നെയാണ് ഞാൻ വിട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ കുറേ പിന്നിലായത്. അവസാനം കണക്കെടുക്കുമ്പോൾ മടിയനാണെന്നൊന്നും പറയരുത്. ഞാൻ കുറേ തീരാണ്ട്, ബാക്കിയുള്ളവരൊക്കെ തീർന്നു എന്ന് പറഞ്ഞു, എൻ്റേത് മാത്രം തീർന്നില്ല. അപ്പോൾ ആലോചിക്കുമ്പോൾ നിങ്ങൾ പറയരുത്. നമുക്ക് 6 അവറും ഒരുപാട് ടോപ്പിക്കും ഉണ്ട് എടുക്കാൻ.
പിന്നെ ഇത് നീട്ടി വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് കാണുമ്പോഴും ഇതിന് ഡാറ്റ വേണം, എനിക്കിത് അപ്ലോഡ് ചെയ്യാനും ഡാറ്റ വേണം. ആകെ നിങ്ങൾക്ക് ഒരു ദിവസം ഞാൻ ഓപ്പൺ ക്ലാസ്സിന് എടുക്കുന്നുണ്ട്, സബ്സിഡിയറിക്ക് എടുക്കുന്നുണ്ട്, ഒക്കെ നിങ്ങളെ പോലെ തന്നെ 1 GB ഡാറ്റ വെച്ചിട്ടുള്ള കളി തന്നെയാണ് എൻ്റെ അടുത്തുള്ളത്. 1.5 അങ്ങനെ എന്തോ ആണ്. എന്ന് മാത്രമല്ല അതിൻ്റെ സ്പീഡാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചിട്ട് ചെറിയ ചെറിയ വീഡിയോകളായിട്ട് നിങ്ങൾക്ക് ക്ലാസ് തരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സ്ലോവിലായി പോയത്. അതിൻ്റെ ഇടയിൽ അഡ്മിഷൻ ഡ്യൂട്ടിയും കൂടെ വന്നതോടെ അഡ്മിഷൻ ഡ്യൂട്ടി പ്ലസ് നിങ്ങൾക്ക് എക്സാം ഇന്ന് നാളെ എന്ന് പറഞ്ഞിട്ട് 3 പ്രാവശ്യമായിട്ട് നിങ്ങൾക്ക് അവധിയും തന്നു. അങ്ങനെയൊക്കെ കൂടെ ആയിട്ടാണ് നമ്മുടെ അവറുകളുടെ പ്രശ്നം ഉണ്ടായത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിത് തീർക്കും, എന്തായാലും തീർക്കും. 6th സെമ്മിൻ്റെ ക്ലാസ് തുടങ്ങിയാലും 6th സെമ്മിൻ്റെ ക്ലാസ് നടക്കുന്നതോടൊപ്പം ഞാൻ ഇത് പതുക്കെ ഓരോ മൊഡ്യൂളായിട്ട് ഇത് തീർക്കും. എന്നിട്ട് നമ്മൾ 6th സെമ്മിൻ്റെ ക്ലാസ് തുടങ്ങുള്ളൂ. അപ്പോൾ പേടിക്കൊന്നും വേണ്ട, ബാക്കിയുള്ളവർ തീർത്തു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നമുക്ക് എല്ലാം തീർത്തിൻ്റെ ശേഷമേ നമ്മൾ 6th സെമ്മിലേക്ക് പോവുള്ളൂ. ഓക്കെ ആണല്ലോ? ഓക്കെ, താങ്ക് യു.